ഫെബ്രുവരി മാസത്തിൻ്റെ പകുതിയോളം നമ്മൾ കടന്നു. ഈ പുതിയ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ പോകുന്നിടത്തെല്ലാം നിങ്ങൾ സുഖവും ശുഭവുമായിരിക്കട്ടെ. അടഞ്ഞ വാതിലുകളെല്ലാം കർത്താവ് തുറക്കട്ടെ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് യേശു പറഞ്ഞു. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ എല്ലാ കാര്യത്തിലും ഒരു പരിഹാരമുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ ദൈവം അവരുടെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റ് വായിൽ നിന്ന് നൊരയും പതയും വന്ന് വീണ് കിടന്ന് അവർ മരിക്കുകയാണ്. മോശ കരഞ്ഞു. ഉടനെ ദൈവം പറഞ്ഞു, നീ പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിൽ തൂക്കാൻ പറഞ്ഞു. ആരെല്ലാം ആ വിഷമേറ്റ് അവിടെ കിടക്കുന്നുവോ അവര് ഈ കൊടിമരത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ അവർ സൗഖ്യമായിട്ട് എഴുന്നേൽക്കും. പിത്തള സർപ്പത്തെ കാണുന്നവർ സൗഖ്യമായി എഴുന്നേൽക്കും. കർത്താവ് പറയും. അങ്ങനെ ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വലിയ കുടുംബത്തിലെയാണ്, ഞങ്ങളുടെ അമ്മാച്ചൻ അമേരിക്കയിലാണ്, ഉഗാണ്ടയിലാണ്, അങ്ങനെയുള്ളവരൊന്നും നോക്കിയില്ല, അവരൊക്കെ കവണ്ണ് തന്നെ കിടന്നു. മോശ ആര്? മോശയുടെ പ്രസംഗമോ മോശ പറയുന്ന ആശയങ്ങളോ മോശ പറയുന്ന മർമ്മങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ കാര്യങ്ങൾ അറിയാം. ഒരു പാമ്പ് കടിയേറ്റാൽ ഒരു വൈദ്യൻ്റെ അടുത്ത് പോകണം, ഒരു പാമ്പ് കടിയേറ്റാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലാതെ വെറുതെ മലന്ന് കടന്ന് ഒരു കൊടിമരത്തിലോട്ട് നോക്കിയാലൊന്നും സൗഖ്യമാകില്ല എന്ന ഓരോ ന്യായവാദങ്ങൾ പറഞ്ഞവർ അവിടെ കിടന്ന് മരിച്ചു. എന്നാൽ ചിലർ മോശ പറഞ്ഞ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഈ പിത്തള സർപ്പത്തെ നോക്കി, അങ്ങോട്ട് നോക്കിയവരെല്ലാം പൂർണ്ണമായിട്ട് സൗഖ്യമായി എഴുന്നേറ്റു. മരണത്തിൻ്റെ വക്കിലെത്തിയവരും എഴുന്നേറ്റ് വന്നു. മോശയുടെ പിത്തള സർപ്പത്തെ നോക്കിയതുപോലെ മനുഷ്യപുത്രനിലേക്ക് നോക്കുന്നവർ ഒരു സൗഖ്യമാണ്. അപ്പം ഞാനും ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞു. ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥം അതിലുണ്ട്. ഒന്ന്, ക്രൂശിൽ 3 ആണികളിൽ ഉയർത്തപ്പെടുന്നു. 2, മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ 2 ഉയർച്ചകൾ യേശുവിൻ്റെ മുൻപിലുണ്ട്. ക്രൂശിക്കപ്പെട്ട യേശുവിലേക്ക് നോക്കുന്നവർ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ. അപ്പോൾ മോശയുടെ കൊടിമരത്തിൽ ഒരു പിത്തള സർപ്പം കിടപ്പുണ്ട്. അതായത് ഗലാത്യ ലേഖനം 3:13, മരത്തിൽ തൂക്കപ്പെട്ടവൻ ഏവനും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ യേശു നമുക്ക് വേണ്ടി ശാപമായി. പാപമില്ലാത്തവൻ, അവൻ നമുക്ക് വേണ്ടി ഒരു പാപിയായി തൂങ്ങിക്കിടന്നു. രോഗമില്ലാത്തവൻ, ശാപമില്ലാത്തവൻ, ബന്ധനമില്ലാത്തവൻ, മരണമില്ലാത്തവൻ ഇതാ ക്രൂശിൽ കിടന്ന് മരിക്കുന്നു. അവൻ നമുക്ക് പകരമായി തീർന്നു. ആ യേശുവിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും. അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ല. ഈ സത്യം അറിഞ്ഞ് ഈ ആഴ്ചയിൽ എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കണം. പാമ്പ് കടിയേറ്റവർ മാത്രമാണ് പിത്തള സർപ്പത്തെ നോക്കിയതെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും കർത്താവിലോട്ട് നോക്കാം. കുഞ്ഞുങ്ങളുടെ പരീക്ഷ അടുത്തു വരുന്നു. അവരുടെ പഠനത്തിൽ കുഞ്ഞുങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല, മൊബൈൽ കളിയാണ്, പറഞ്ഞിട്ടും തല്ലിയിട്ടും മനസ്സിലാകുന്നില്ല. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കാം. ടീച്ചർമാർ വളരെ തിരക്കുള്ളൊരു സമയമാണ്. ഇതെല്ലാ കാര്യവും ചെയ്യാൻ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാം. മാതാപിതാക്കൾ വളരെ ടെൻഷൻ്റെ നടുവിലാണ്. നമുക്ക് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കാം. ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനും കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കാം. ഒത്തിരി ദൈവദാസന്മാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ സഭയുടെ എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം.
പൂർണ്ണ വിടുതൽ. നമ്മൾ ആശ്രയിക്കുന്ന എല്ലാ കാര്യത്തിനും ഒരേ ഒരു ഉത്തരം, യേശു മാത്രം. ആ കർത്താവിനെ ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കുന്നേ എൻ താതാ, നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ശുദ്ധൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവെ പോലെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യോഹന്നാൻ അപ്പോസ്തലൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ യോഹന്നാൻ്റെ സുവിശേഷം തീരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് വരാം. അതുകൊണ്ട് നമുക്ക് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. എപ്പോഴും ഒരു ഒരുക്കമുള്ള വ്യക്തിക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരുങ്ങിയിരുന്ന ഒരു ടെൻഷനുമില്ല. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന മറ്റൊരു ദൈവദാസനുണ്ട്. എവിടെയെങ്കിലും അതിരാവിലെ യാത്ര ചെയ്യണമെങ്കിൽ, എൻ്റെ സ്നേഹിതനായ പാസ്റ്ററാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി മുടിയേരി തുണി അയൺ ചെയ്ത് തുണി ഇട്ട് ഉടുത്ത് ഒരുങ്ങി സമയം കുറച്ചെടുക്കും ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വരും. എന്നാൽ മറ്റേ പുള്ളിക്കാരൻ അങ്ങനെയല്ല. നേരത്തെ തന്നെ തലേ രാത്രി തന്നെ ഒരുങ്ങി തുണിയെല്ലാം തേച്ച് റെഡിയായി താൻ കിടക്കുന്നതിൻ്റെ അടുത്ത്, താഴെയാണ് കിടക്കുന്നത്, അടുത്ത് തന്നെ ബാഗും വെച്ച് കണ്ണാടി മാത്രം ഒന്ന് എടുത്ത് മാറ്റി നേരെ അനങ്ങാതെ പുറകോട്ട് കിടക്കും. രാവിലെ ഈ പാസ്റ്റർ എന്ന് തട്ടും, ദേവദാസനെ പോകണ്ടേ? അപ്പോൾ മറ്റേ ആൾ എഴുന്നേറ്റിട്ട് കണ്ണാടി എടുത്ത് വെച്ചിട്ട്, വാ നമുക്ക് പോകാം. ബാത്റൂമിൽ പോലും പോകുന്നില്ല, നേരെ യാത്ര ചെയ്യുകയാണ്, ഒരുങ്ങിക്കിടക്കുന്നു. അപ്പം ഇതുപോലെ ഒരു ഒരുക്കം നമ്മളെപ്പോഴും ഒരുങ്ങിയിരുന്നാൽ ഏത് കാഹളം ധ്വനിച്ചാലും പെട്ടെന്ന് പോകാം. അല്ലെങ്കിലോ ഒന്ന് നിൽക്കണേ, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. ഒന്നുമില്ല, പൗലോസ് പറയാണ്, റെഡിയാ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കും. ഒരു നല്ല ഒരുക്കമുള്ളവരായി ഇന്നു മുതൽ നമുക്ക് തീരാം. യോഹന്നാന്റെ സുവിശേഷം 18-10 വാക്യം, ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ
ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്നു പേര്. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. പത്രോസ് ഇറങ്ങിയ സമയത്ത് സകലതും വിട്ട് എല്ലാം കരക്കടുപ്പിച്ച് യേശുവിനെ അനുഗമിച്ചു. എല്ലാം വിട്ടേച്ചിറങ്ങിയത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളിത് സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഇനി ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ ഞാൻ ഭരിക്കുമ്പോൾ നിങ്ങളും ഇസ്രായേൽ 12 ഗോത്രങ്ങളെ ഭരിക്കും. നിങ്ങൾ ഭരിക്കും, ഉറപ്പാ. ഇതെല്ലാം പറഞ്ഞു, എല്ലാം വിട്ടിറങ്ങിയതല്ലേ. എന്നാ കർത്താവ് പറഞ്ഞു, എടാ പത്രോസേ, എന്ത് വിട്ടെന്നാണ് ഈ പറയുന്നത്? നിന്റെ എളിയിൽ ചൂണ്ടയില്ലേ? കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നീ കടലിൽ പോയി മീൻ പിടിച്ച് ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ അവിടെ പോയി ചൂണ്ടയിടണം. എന്നിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ നിന്ന് ചതുർദ്രഹ്മ 4 ദ്രഹ്മ പണം എടുത്ത്, 1 നിനക്കും 2 ദ്രഹ്മ നിനക്കും 2 ദ്രഹ്മ എനിക്കും, അങ്ങനെ ടാക്സ് കൊടുക്കാൻ പറഞ്ഞു. പത്രോസ് ശരിയെന്ന് പറഞ്ഞു. പത്രോസ് അറിഞ്ഞില്ല പത്രോസിന്റെ കയ്യിൽ ചൂണ്ടയുള്ള കാര്യം യേശുവിനെ അറിയാമെന്നുള്ള കാര്യം പത്രോസ് വിട്ടുപോയി. ശരി കർത്താവേ എന്ന് പറഞ്ഞു. ഈ പോലീസ് സ്റ്റേഷനിൽ ഇത് തന്നെ പരിപാടി. കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, നീയാണോ മോഷ്ടിച്ചത്? അല്ല. നീയാണോ ആ സ്വർണ്ണമാല എടുത്തത്? ഞാനല്ല സാറേ. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്, പിന്നെ ആ സ്വർണ്ണമാല എടുത്ത ശേഷം താങ്കൾ ഏത് കടയിലാണ് കൊടുത്തത്? അപ്പോഴാണ്, ഞാൻ ആ കടയിലല്ല അത് കൊടുത്തത്. അങ്ങനെയാണ് പോലീസ് കള്ളനെ പിടിക്കുന്നത്. ഇതുപോലെയാണ് കർത്താവ് ചെയ്തത്. നീ കടലിൽ പോയി ചൂണ്ടയിടുക, നിന്റെ ചൂണ്ട എൻ്റെ മുമ്പിൽ മറഞ്ഞതല്ല. 2, കടലിലെ മീൻ്റെ വായിലെ 4 ദ്രഹ്മ പണം പോലും എനിക്ക് കാണാം. കടലിനകത്തുള്ള മീൻ്റെ വായിലിരിക്കുന്ന 4 ദ്രഹ്മ എനിക്ക് കാണാമെങ്കിൽ, നിന്റെ എളിയിലിരിക്കുന്ന ചൂണ്ട കാണാമെങ്കിൽ, പത്രോസേ, നിന്റെ കയ്യിലുള്ള വാളും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന പലരും എന്തൊക്കെയോ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലിരിപ്പ് മോശം എന്നൊരു പാട്ടുകാരൻ പാടിയത്. കയ്യിൽ പലതും ഇരിപ്പുണ്ട്. ഇറങ്ങിയ കാലത്ത് വാളില്ല. അപ്പം ഇത് ഇടക്ക് വെച്ച് ഈ പുള്ളിക്കാരൻ ഇത് കയ്യിൽ വെച്ചതാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. കർത്താവ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെയുള്ളവർ വാളുള്ളവൻ വാൾ എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇല്ല കർത്താവേ എന്ന് ആരും പറഞ്ഞില്ല. അവര് ഏകദേശം കുറച്ച് വാളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, എടുത്തോളാൻ പറഞ്ഞു. എന്തിനാ യേശു പറഞ്ഞത്? 1, ഏത് വ്യക്തികളെല്ലാം എല്ലാം ഉപേക്ഷിച്ചവരുണ്ടെന്ന് കർത്താവിന് അറിയണം. 2, ഒരു പ്രവചന നിവൃത്തി അവിടെ നടക്കണം. എന്താണ്? അതിക്രമക്കാരുടെ കൂടെ എന്നെ എണ്ണി എന്ന ഒരു പ്രവചന നിവൃത്തിയാകണമെങ്കിൽ ഇവർ വാളുള്ളവർ യേശുവിൻ്റെ ഇടത്തും വലത്തുമൊക്കെ വേണം. അതുകൊണ്ടാണ് യേശു ഈ വാളുണ്ടായിട്ടും ആ വാള് അനുവദിച്ചത്. അല്ലെങ്കിൽ യേശു പറഞ്ഞാനെ, പത്രോസേ, നിന്റെ കയ്യിലൊരു വാളുണ്ട്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, നീ നശിക്കാതിരിക്കാൻ വാളെടുക്കരുത് എന്ന് യേശു പറഞ്ഞില്ല. യേശു പെട്ടെന്ന് പറഞ്ഞു, വാളുള്ളവൻ എടുത്തോ. ശരി കർത്താവ്. ഈ പോലീസ് സ്റ്റേഷനിലെ കഥയാണ് കർത്താവ് ചെയ്തത്. തിരിച്ചും മറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ തന്നെ മറന്നുപോയി. പിന്നെയാണ് ഓർക്കണം, എടാ കർത്താവ് അറിഞ്ഞല്ലോ വാളുള്ള കാര്യം. ഏതായാലും പറഞ്ഞു പോയി. ഏതായാലും വാളുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങളുടെ കൈവശം ഇത്ര വാളുണ്ടെന്ന് പറഞ്ഞും പോയി. പത്രോസാണെങ്കിൽ വാളെടുക്കുകയും ചെയ്തു. വെട്ടാനറിയില്ലെങ്കിലും പലതും കയ്യിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടാൻ കാരണം യേശുവിനെ കയറി പിടിക്കാൻ ചെന്നു. ഇവന് വല ചരിച്ച് വീശാനേ അറിയൂ. അതുപോലെ തന്നെ ചരിച്ച് വീശിയതാണ്. കഴുത്തി നോക്കി വെട്ടിയതാണ്, ചെവിക്കിട്ടാ കൊണ്ടത്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചതാണ്. നെഞ്ചത്ത് നോക്കി വെടിവെച്ചതാണ്, കഴുത്തിന് നോക്കി വെടിവെച്ചതാണ് ഒരാൾ. കൊണ്ടത് ചെവിക്കാൻ. ഇതായിരുന്നു അന്ന് സംഭവിച്ചത്. അവൻ്റെ കാത് അറുത്ത് താഴെ പോയി കാണും. ഒരു സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. യേശു കാതെടുത്ത് ആ പോയ കാത് വെച്ചു കൊടുത്തു. കാത് വെച്ചു കഴിഞ്ഞപ്പോൾ അവൻ സൗഖ്യമായി. അവൻ്റെ കയ്യിലെല്ലാം ചോരയുണ്ട്, കാതിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് ചോര ഒഴുകിയിട്ടുണ്ട്. യേശു അത് എടുത്ത് പിടിപ്പിച്ചു കൊടുത്തു. കാരണം ചെവി ഉണ്ടാക്കിയവനല്ലേ, കാര്യങ്ങൾ ഫിറ്റ് ചെയ്തു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം വാള് ഉറയിലിടുവാൻ യേശു പറഞ്ഞപ്പോൾ അവൻ വാള് തിരിച്ചിട്ട് കാണും. എന്നാൽ യേശു അവിടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, വാളുകൊണ്ടോ വില്ലുകൊണ്ടോ അല്ല എൻ്റെ സാമ്രാജ്യം കെട്ടിപ്പണിയുന്നത്, ദൈവ വഴിയിലൂടെ നടക്കുന്നതിലൂടെയാണ്. പഴയ നിയമത്തിൻ്റെ രീതിയാണ് പത്രോസ് എടുത്തത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. പത്രോസിൻ്റെ വീക്ഷണത്തിൽ ന്യായപ്രമാണപ്രകാരം ഇത് തെറ്റല്ല. എന്നാൽ യേശു അവരെ പഠിപ്പിച്ചത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. യേശു അത് ക്രൂശിൽ ചെയ്തു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ. ഇവിടെ കർത്താവ് അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവം എനിക്ക് തന്നത് അത് ഞാൻ കുടിക്കാനുള്ളതാണ്. ഒരിക്കൽ യാക്കോബ് യോഹന്നാനെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. സ്കൂളിൽ ടീച്ചർ പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നത് പോലെ, അമ്മ എന്തിനാ വന്നേ എന്ന് ചോദിച്ചപ്പോൾ, അതെ, എൻ്റെ പിള്ളേർക്ക് ഒരു പ്രത്യേക വരം യേശുവെ കൊടുക്കണം. നിന്റെ ഇടത്തും വലത്തും പുനരുത്ഥാനത്തിലിരിക്കാൻ, നിന്റെ രാജ്യത്തിലിരിക്കാൻ വരം കൊടുക്കണം. നീ വലിയ സിംഹാസനത്തിലിരിക്കുമ്പോൾ നീ കഴിഞ്ഞാൽ അടുത്ത 2 വലിയ സിംഹാസനം ഇവരുടേതായിരിക്കണം. ബാക്കി 10 പേരെ അതിൻ്റെ താഴെ 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 അങ്ങനെ ഇരുത്തിയാലും കുഴപ്പമില്ല, അത് പറഞ്ഞില്ല. പക്ഷെ അടുത്ത സിംഹാസനം ഇവർ 2 പേരുമായിരിക്കണം. ബാക്കി ശിഷ്യന്മാർക്കെല്ലാം മുഷിവുണ്ടായി, പത്രോസിൻ്റെയൊക്കെ മുഖം മാറി. എന്നാൽ യേശു അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവം തരുന്ന ആ പാനപാത്രം നിങ്ങൾ കുടിക്കുമോ? അവർ പറഞ്ഞു കുടിക്കും. അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി. എത്ര കയ്പുള്ള അവസ്ഥയാണെങ്കിലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്, എന്ത് വേദനയെ കൂടി കിടക്കാൻ തയ്യാറാണ്. യേശു അവരെ ശാസിച്ചില്ല. യേശു പകരം പറഞ്ഞു, ഇതാർക്ക് ദൈവം വെച്ചിരിക്കുന്നുവോ പിതാവ് വെച്ചിരിക്കുന്നവർക്ക് അത് കിട്ടുള്ളൂ. യേശു അത് ഇല്ലെന്ന് പറഞ്ഞില്ല. അങ്ങനൊരു വരമുണ്ട്. എൻ്റെ അടുത്തും വലത്തുമൊക്കെ ഇരിക്കുന്നവരുണ്ട്, പല പദവികളുണ്ട്. അല്ലാതെ എല്ലാവരും എൻ്റെ വലത്ത് ഭാഗത്താണെന്നൊന്നും യേശു പറഞ്ഞില്ല. എൻ്റെ അടുത്ത് എല്ലാവരും ഇരിക്കും. യെരുശലേമിൽ യേശു വന്ന് 1000 ആണ്ട് വാഴുമ്പോൾ അവനോടുകൂടെ നാമും വാഴും. സഹിച്ചാൽ കൂടെ വാഴുമെന്നാണ്. ഒരു രാജാവ് ഇരിക്കുന്നതിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാരിരിക്കും. അത് ഉയർന്ന തലത്തിലുള്ളവർ. ഇതുപോലെ പല പദവികൾ യേശുവിൻ്റെ കൂടെ ലഭിക്കും. യേശു ഇല്ലെന്ന് പറഞ്ഞില്ല, അത് ദൈവം ആർക്ക് കൊടുക്കുന്നുവോ. അപ്പോൾ എന്തൊക്കെയോ പദവികൾ നിത്യതയിലും ഈ ഭൂമിയിൽ വെച്ചും ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് പിതാവ് കൊടുക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ അല്പത്തിൽ വിശ്വസ്തനായിരുന്നിട്ട് അധികത്തിൽ വിചാരകരായവർക്ക് അത് കൊടുക്കും. കർത്താവ് അത് തരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ യേശു പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പാനപാത്രം എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം, ദൈവം അനുവദിച്ചതാണ്. അത് ഞാൻ കുടിക്കും, ഇത് ഞാൻ അനുഭവിക്കും, ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോകും. യേശുവിനെ ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം. ചുറ്റുമുള്ളവരെല്ലാം, യെരുശലേം പുത്രിമാരെല്ലാം കരയുമ്പോൾ നിങ്ങൾ എന്നെ ചൊല്ലിയൊന്നും കരയണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയും. ഞാൻ എന്തിലേക്കാ പോകുന്നതെന്ന് എനിക്കറിയാം, ഞാൻ എന്തിനാ ഇത് കുടിക്കുന്നതെന്ന് അറിയാം, എൻ്റെ അന്ത്യം എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ ഉയർപ്പ് എനിക്കറിയാം, എൻ്റെ ഉയർച്ചകളും പദവികളും എനിക്കറിയാം, എനിക്ക് ലഭിക്കാൻ പോകുന്ന വലിയ മഹിമ എനിക്കറിയാം. മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കി
ക്രൂശിനെ സഹിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു 12-ാം അധ്യായം. അപ്പോൾ മുൻപിലുള്ള സന്തോഷം ഓർത്താൽ ഏത് പാനപാത്രവും കുടിക്കാൻ കഴിയും. ജീവിതത്തിൽ ഇന്ന് വന്നിരിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് സഹിച്ചേക്കണം. അതിൽ നിന്ന് പുറത്തു വരുന്നില്ല. എത്ര ശാസിച്ചിട്ടും പത്സിച്ചിട്ടും ഉപവസിച്ചിട്ടും പുറത്തു വരുന്നില്ലെങ്കിൽ അതിലൂടെ പോയി ശക്തരാകാനാണ്. ഏറ്റവും നല്ലവനായ വിശ്വസ്ത പുരുഷനായ ദാനിയേല് എന്തിന് സിംഹക്കൂട്ടിൽ പോയി? സിംഹക്കൂട്ടിൽ പോകാതെ തന്നെ ദൈവനെ കാത്തുകൂടെ? ദൈവത്തിന് ലോകത്തെ കാണിച്ചു കൊടുക്കണം. എന്നെ സേവിക്കുന്നവർ, എന്നോട് വിശ്വസ്തരായിട്ടുള്ളവർ എത്ര തീച്ചൂളയിലൂടെയും സിംഹക്കൂട്ടിലൂടെ പോയാലും അടുത്ത പദവികളിലേക്ക്, ഉയർച്ചകളിലേക്കും പ്രമോഷനോടെ ഈ ഭൂമിയിൽ തന്നെ അവർ കയറി വരുമെന്ന് ദൈവത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ചില പാനപാത്രങ്ങൾ കുടിക്കാൻ ദൈവം അനുവദിക്കുന്നത്. ജോസഫ് കടന്നുപോയ വഴികൾ, ഇയ്യോബ് കടന്നുപോയ വേദനകൾ എല്ലാം വരും കാലത്തുള്ളവർക്ക് അവരുടെ ചോദ്യത്തിന് മറുപടിയാണ്. അതുകൊണ്ട് നമ്മോട് ഇന്നത്തെ കാലത്ത് നമ്മുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ദൈവം ഒന്നും പറയുന്നില്ല. ദൈവം പറയും ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കും. ദൈവം പറയും 99 വയസ്സായിട്ട് മറുപടിയില്ലാതെ വേദനയെക്കൂടി പോകുന്ന അബ്രഹാമിൻ്റെ ചരിത്രം വായിക്കും. കർത്താവ് പറയും മോർദെഖായിയുടെ ചരിത്രം വായിക്കും. കർത്താവ് പറയും ജോസഫിനെ കുറിച്ചും ദാവീദിന്റെ പ്രതികൂലത്തെക്കുറിച്ചും വായിക്കും. ഞാൻ അവരുടെ ദൈവമാണ്. ഞാൻ അവരെയെല്ലാം അവരുടെ ഇല്ലായ്മകളിൽ കൈവിടാത്ത ദൈവമാണ്. ഞാൻ അൽഫയാണ്, ഒമേഗയാണ്. ഞാൻ വിളിച്ചവരെ അവരാരും ലജ്ജിച്ചു പോയില്ല, ആരെയും ഞാൻ കൈവിട്ടില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാകുന്നു. അതിൽ ഒരു മാറ്റവുമില്ല. ഞാൻ അങ്ങോട്ട് പോകാൻ വന്നതാണ്. ഇതിലൂടെ എനിക്ക് ലഭിക്കുന്ന ഉയർച്ചകൾ എനിക്കറിയാം. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ വെളിപ്പാടുകളിൽ ജീവിക്കണം. ശാസിച്ചിട്ടും ഉപവസിച്ചിട്ടും ഫൽസിച്ചിട്ടും ദൈവദാസന്മാർ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ നമ്മൾ അതിലൂടെ മാറാൻ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അതാ എത്ര പേര് ശാസിച്ചാലും കൂടെയുള്ളവര് വാളെടുത്ത് വീശിയാലൊന്നും തീരുന്ന കേസല്ല അത്. കൂടെയുള്ള എത്ര വീരന്മാർ കൂടെ ഉണ്ടായാലും തീരുന്ന കേസല്ല. വാളെല്ലാം ഉറയിലിട്ടിട്ട് ദൈവം അനുവദിച്ചതിലൂടെ കടന്നു പോകും. അതാണ് യേശു നമ്മെ ഇന്ന് പകലിൽ പഠിപ്പിക്കുന്നത്. കർത്താവിൽ ആശ്രയിക്കുക. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ കുറച്ച് നാൾ ഇതിലൂടെ പോകാനുള്ളതാണ്, എന്നാൽ ഞാൻ എല്ലാ നാളും ഇതിലൂടെ പോവില്ല. യേശു പറഞ്ഞൊരു 3 ദിവസം ക്രൂശോടെയൊന്നും എൻ്റെ ജീവിതം തീർന്നില്ല. അത് എല്ലാവരും പറയും. എന്നാൽ 3-ാം ദിവസം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. അതാണ് കർത്താവ്. കർത്താവിൽ ആശ്രയിക്കുക. ആ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കാം. ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോയില്ല. ഈ ആഴ്ച ഒരു ജയത്തിൻ്റെ ആഴ്ചയായി മാറും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഈ വചനം പോലെ തന്നെ ഇവർക്ക് വിജയങ്ങളുണ്ടാകട്ടെ, സൗഖ്യങ്ങളുണ്ടാകട്ടെ, വിടുതലുകളുണ്ടാകട്ടെ. ഇന്ന് കർത്താവ് അനുവദിച്ച എല്ലാ പ്രശ്നത്തിലൂടെ കയറി ഇറങ്ങി കൊള്ളാകുന്നവരാകട്ടെ. പ്രശ്നങ്ങൾ വരുമ്പോൾ അകാരണമായി വാളെടുക്കാനിടയാകരുത്. തെറ്റായി ജീവിതത്തെ ഉപയോഗിക്കാനിടയാകരുത്. തെറ്റിലേക്ക് പോകാനിടയാകരുത്. ഈ മക്കളെ അനുഗ്രഹിക്കും. സഭയ്ക്ക് കാവൽ ചോദിക്കും. കേൾക്കുന്നവർക്ക് കാവൽ ചോദിക്കും. ആരും തെറ്റായ വഴിയിൽ, പ്രതികൂലത്തിൻ്റെ തീച്ചൂളയിൽ തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാനിടയാകും. ആത്മഹത്യ എന്ന പിശാചിനെ ഞങ്ങൾ ശാസിക്കുന്നു. ഒരാളും അതിലേക്ക് പോകരുത്. പാപവഴിയിലേക്ക് തിരിയുന്ന പിശാചിൻ്റെ വാളിനെ ഞങ്ങൾ ശാസിക്കുന്നു. ആരും അതിലേക്ക് പോകരുത്. ആരും മരണത്തിൻ്റെ വാളെടുക്കരുത്. കർത്താവെ, അത് ഉറയിലിടാനുള്ള കൃപ കൊടുക്കണം. അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ആഴ്ച നമ്മുടെ വിജയത്തിൻ്റെ ആഴ്ചയെന്ന് നമുക്ക് നമ്മോട് തന്നെ പറയാം. ബൈബിൾ വിശ്വസിക്കാം. വാഗ്ദത്തങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് കർത്താവേ, ഇത് അങ്ങ് പറഞ്ഞതല്ലേ? ഉടനെ കർത്താവ് പറയും, ഉവ്വ്, അത് ഞാൻ പറഞ്ഞത്. അതിന് നമ്മൾ ആമയും പറഞ്ഞാൽ മതി. എല്ലാ വാഗ്ദത്തങ്ങളും വിശ്വസിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം.
ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടട്ടെ. അവരെയും ഈ പ്രാർത്ഥനയിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കാം. കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.